ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ വിളി കേൾക്കാനും ആ വിളിക്ക് മറുപടി പറയാനും നമ്മളിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എന്നാൽ ഈശോയുടെ വിളി കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അവൻ്റെ വിളിക്ക് ഉത്തരമായി തൻ്റെ ജീവിതം നൽകുകയും ചെയ്ത ഒരു ഡീക്കനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. എന്നോടൊപ്പമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡീക്കൻ ജിബിൻ മടത്തിശ്ശേരിയാണ്. ഡീക്ക, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡീക്കൻ വളരെയധികം സന്തോഷത്തിലാണ്. അതിലേറെ സന്തോഷത്തിലാണ് ചങ്ങനാശ്ശേരി അതിരൂപത. കാരണം ഈ വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന്മാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഡീക്കൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് മാക് ടിവിയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഡീക്ക, ആദ്യം തന്നെ എനിക്കറിയാം വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്, സന്തോഷത്തിലാണ്. നിങ്ങളുടെ നീണ്ട ഒരു ജീവിത കാലയളവിൽ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങളുടെ സെമിനാരി ജീവിതത്തിനായിട്ട് മാറ്റിവെച്ചു. അതിനുശേഷം ഇതാ തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി മാക് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡീക്കൻ ജിബിൻ മടത്തിശ്ശേരി. എൻ്റെ നാട് തിരുവനന്തപുരത്തുള്ള അമ്പൂരിക്കടുത്തുള്ള മായം എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഇടവകയാണ്. ഞങ്ങൾ 230 വീട്ടുകാരുള്ള ഒരു ചെറിയ ഇടവക. എൻ്റെ പഠനം ഞാൻ പൂർത്തിയാക്കിയത് നമ്മുടെ മൈനർ സെമിനാരി കുറിച്ചിയിലും പിന്നീട് നിരണം സെമിനാരിയിലും, അതേ തുടർന്ന് ഫിലോസഫി പഠിച്ചത് വടവാതൂർ അപ്പസ്തോലിക് സെമിനാരിയിലും, അതിനുശേഷം അവസാനമായിട്ട് തിയോളജി പഠിച്ചത് കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരിയിലുമാണ്. പഠന കാലഘട്ടമൊക്കെ വളരെ നന്നായിട്ട് പോയി. സന്തോഷത്തിലാണ് ഒരുപാട് പട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവവിളി കേൾക്കുമ്പോൾ വളരെ സുഖമുള്ള എളുപ്പമുള്ള ഒരു വാക്ക്. എന്നാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണ്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഒരുപാട് പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത് ദൈവവിളി തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ആ ദൈവവിളി തിരിച്ചറിഞ്ഞത്? ഞാനൊരു വൈദികനാകണം, ആ ഒരു ആഗ്രഹം എന്ന് തൊട്ടാണ് തുടങ്ങിയത്? അത് തിരിച്ചറിഞ്ഞത് ശരിക്കും കുഞ്ഞുനാൾ മുതൽ ഒരു പക്ഷേ തിരിച്ചറിഞ്ഞു എന്ന് പറയുമല്ല, അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്നോട് ഞാൻ ഈ കാലഘട്ടത്തിൽ കണ്ടെടുത്തിയ ഒരു സിസ്റ്റർമാർ, എൻ്റെ വീടെന്ന് പറഞ്ഞ ഒരു മഠത്തിൻ്റെ തൊട്ടടുത്താണ്. അതപ്പം സിസ്റ്റർമാർ പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് അച്ഛന്മാർ പൊതുവേ കഴിക്കാനായിട്ട് മഠത്തിലേക്ക് വരാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും അച്ഛന്മാർക്ക് മാത്രമേ കരിമീൻ കൊടുക്കത്തുള്ളൂ. നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതപ്പം സിസ്റ്റർമാർ പറയും അച്ഛന്മാർക്ക് മാത്രമേ കരിമീനുള്ളൂ, എന്നപ്പോൾ അച്ഛനായ കരിമീൻ തരാമെന്ന് പറയും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ദേവിളിയുടെ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ. അതെ, അന്നപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ മനസ്സിലൊരാഗ്രഹമുണ്ട്, എന്നാൽ അച്ഛനായി കഴിഞ്ഞാൽ കരിമീൻ കിട്ടും, അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു മഠത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥാനം കിട്ടും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നഴ്സറിയിലാണെന്ന് ആലോചിക്കണം. ആ കാലഘട്ടത്തിൽ അവിടെ വെച്ച് തുടങ്ങിയതാണ്. പിന്നീട് കുർബാനയോടായി അട്രാക്ഷൻ. ജീവിതം മുന്നോട്ട് പോയപ്പോഴത്തേക്കും അച്ഛന്മാർ കുർബാന ചെല്ലുന്നു, നമ്മൾ പാട്ടിലൊക്കെ കാണുന്ന പോലെ തിളങ്ങുന്ന കുർബാന കുപ്പായം കാണുന്നു. അതൊക്കെ പിന്നീട് ഒരു ഇൻസ്പിറേഷനായി. പിന്നീട് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വേറെ രീതിക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. വേണ്ട, അച്ഛനാകണ്ട, അച്ഛനായിട്ട് കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചു. 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും കൂട്ടുകാരുണ്ടായിരുന്നു കൂടെ. എന്നപ്പോൾ കൂട്ടുകാർ പറഞ്ഞു നമുക്ക് എത്രയായാലും ക്യാമ്പിനൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾക്ക് ക്യാമ്പ് എടുത്ത് തന്നത് ജിസൻ വേങ്ങാശ്ശേരി അച്ഛനാണ്. അപ്പോൾ അച്ഛൻ പൗരോഹിത്യത്തെ പറഞ്ഞു തന്നപ്പം, പൗരോഹിത്യം എന്ന് പറയുന്നത് ജീവിക്കുന്നത് ഒരു ഹീറോയിസമാണെന്ന് അച്ഛൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ചുമ്മാ അച്ഛനായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ നല്ലൊരു അച്ഛനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹീറോയിക് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനും ആലോചിച്ചു, ശരിയാ, ഇതൊരു നല്ല ജീവിതമായിരിക്കും. അവിടെ ശരിക്കും പൗരോഹിത്യ ജീവിതം കണ്ടെത്താനായിട്ട് തുടങ്ങിയതേ ഉള്ളൂ മൈനർ സെമിനാരി കയറി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ ദിവസവും ഈ പൗരോഹിത്യത്തോട് സ്നേഹം കൂടി വരിക. ജീവിക്കണമെങ്കിൽ അതിന് ഇച്ചിരി ഇപ്പോൾ ഒരു തൻ്റെ ഇടമൊക്കെ വേണമെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. കാരണം അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം, നമ്മൾ പ്രത്യേകിച്ച് സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജീവിതം ഈ വെല്ലുവിളികളുണ്ടെന്നറിയാം, എങ്കിലും അത് ജീവിക്കുന്നത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഞാൻ പൗരോഹിത്യം പൂർണ്ണമായും കണ്ടെത്തിയെന്ന് ഞാൻ ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. ഈ പട്ടം കിട്ടിയാലും ദൈവം ഇങ്ങനെ വഴി നടത്തും, നമ്മളത് കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദൈവവിളി ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ബ്രദറിൻ്റെ അല്ലെങ്കിൽ ഡീക്കൻ്റെ സൺഡേ സ്കൂൾ ജീവിതം അല്ലെങ്കിൽ പള്ളിയുമായിട്ടുള്ള ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? സൺഡേ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞങ്ങൾ മണലാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, പള്ളിക്കൂട്ടുമയ്ക്ക് അടുത്ത്. അവിടുന്ന് പിന്നീട് അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അമ്മയുടെ നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും മരിക്കുകയുണ്ടായി. പിന്നെ ഒരു അനിയനുണ്ടായിരുന്നു, അനിയനും അച്ചാച്ചനും ഒരുമിച്ചാണ് മരിച്ചത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ സ്വർഗത്തിലാണ്.
അപ്പം അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും എന്നോട് മൈനർ സെമിനാറിലായിരിക്കും അച്ഛന്മാർ പറയും, എന്തിനാണ് പൊക്കൂടെ നിർത്തി പോവുക, മീൻസ് അവർ സന്തോഷത്തോടുകൂടി പറയുന്നതാണ്. കുറച്ചുകൂടെ നല്ല ജീവിതം പുറത്ത് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ പൊക്കൂടെ എന്ന് തോന്നുമായിരുന്നു. പക്ഷേ എനിക്ക് അടിത്തറ അന്ന് തൊട്ടേ തന്നത് എൻ്റെ സൺഡേ സ്കൂൾ ജീവിതമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ എല്ലാ അച്ഛന്മാരും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരാൾക്ക് അച്ഛനാകണം എന്നൊരു താല്പര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടുതൽ അച്ഛന്മാർ കെയർ ചെയ്യും, കൂടുതൽ അൾത്താരബാലന്മാരാകാനായിട്ട് പ്രോത്സാഹിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കാര്യം വന്നാൽ, പ്രത്യേകിച്ച് ഈ പട്ടമൊക്കെ വരുമ്പോൾ പിതാവിൻ്റെ വടി പിടിക്കാൻ അല്ലെങ്കിൽ തൊപ്പി പിടിക്കാനൊക്കെ നമുക്ക് തന്നെ സാധ്യത ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണാനായിട്ട് എന്നെ വികാരി അച്ഛന്മാർ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മണലാടിയിലെ അച്ഛന്മാരാണെങ്കിലും പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞിട്ടുള്ള മായത്തെ അച്ഛന്മാരാണെങ്കിലും എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അവരെനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൺഡേ സ്കൂളിലായിരുന്നെങ്കിലും അച്ഛനാകണം എന്നൊരു താല്പര്യം കുട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ രീതിക്ക് കാണും, പക്ഷേ അവരുടെ ഫ്രണ്ടാണ്, ആ രീതിക്കും കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ഛനാകുവാൻ പോകുന്ന ഒരാളാണ് എന്നുള്ളൊരു പ്രിവിലേജ് സൺഡേ സ്കൂളിലും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികാരിയച്ഛന്മാരും തന്നിട്ടുണ്ട്. അതാണ് എന്നെ ഇപ്പോഴും എനിക്കൊരു ബേസായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുർബാനയ്ക്ക് കൂടുമ്പോൾ തെറ്റിച്ച് കഴിഞ്ഞാൽ അച്ഛന്മാർ പറയും, ഇങ്ങനെ പോരാ, അച്ഛനാകാനുള്ളതാണ്, ഇച്ചിരി കൂടെ സ്ഫുടമായിട്ടൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് ലേഖനമൊക്കെ വായിക്കുമ്പം, കുർബാനയ്ക്ക് കൂടുമ്പം ഇങ്ങനെ സാധ്യതകൾ തന്ന് നമ്മളെ വളർത്തുമായിരുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ദൈവം ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഡീക്കൻ പറഞ്ഞപ്പോൾ ഡീക്കൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാവരും ഡീക്കിന് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്നറിയാം. ഡീക്ക ഇപ്പം ആസ് എ യൂത്ത്, എനിക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റുമുള്ള കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓ ഈ ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദൈവത്തെ ഒരു പടിയെങ്കിലും മാറ്റി നിർത്താൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കാരണമാകാറുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഡീക്കനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും ദൈവത്തെ കുറേയും കൂടെ ചേർത്ത് പിടിക്കാനാണ് സാധിച്ചിട്ടുള്ളത്. ആ ഒരു ചേർത്ത് പിടിക്കൽ എങ്ങനെയായിരുന്നു? ദൈവത്തിലേക്ക് കുറച്ചുകൂടെ അടുത്തത് എങ്ങനെയാണ്? അതൊരു ശരിക്കും ഒരു പോരാട്ടമാണ്. ശരിക്കും ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് കിട്ടുന്നൊന്നുമല്ല. ആദ്യം എനിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനും ദൈവത്തോട് ഇടയ്ക്കെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്നാത്തിനാ ഇങ്ങനെ എന്നെ മാത്രം ആക്കിയത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വിഷമം വരുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെമിനാരിയിലായിരിക്കുമ്പോഴത്തേക്കും വീട്ടുകാരൊക്കെ കാണാൻ വരും ഇടയ്ക്ക്. അപ്പോൾ നമ്മളെ പ്രത്യേകിച്ച് കാണാൻ വരത്തില്ല. ചേട്ടായി ഉണ്ട്, ചേട്ടായി എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, കാണാൻ വരത്തില്ല. പിന്നെ പേരൻസ് മീറ്റിംഗ് വരുമ്പോൾ നമ്മുടെ സീറ്റ് മാത്രം ഒഴിഞ്ഞു കിടക്കും. അതോടൊപ്പം തന്നെ പിന്നീട് വേറെ എന്തെങ്കിലും കാര്യത്തിന് സെമിനാരി വരുമ്പോഴും നമ്മുടെ കൂടെ ഒന്നും ആരും കാണത്തില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും പിള്ളേർ പറയും, അല്ലെങ്കിൽ ബ്രദേഴ്സ് പറയാറുണ്ട്, അവർക്ക് കിട്ടിയ പ്രിവിലേജസ് തുണി അലക്കി കൊടുത്തത്, നമ്മൾ സാധാരണ സെമിനാരി നമ്മൾ തന്നെയാണ് അലക്കുന്നത്, അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി അമ്മ കൊടുത്തു, അല്ലെങ്കിൽ ബ്രദറിന് വേണ്ടി പ്രത്യേക കാര്യങ്ങൾ. അപ്പോൾ എനിക്കങ്ങനെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളില്ല. പക്ഷേ എൻ്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെ പറയാനായിട്ട് ഒത്തിരി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വിഷമം വരുന്നത്. അതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ശരിക്കും ഈ തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും ഒരു ഉത്തരം കിട്ടിയത്. അത് ഞങ്ങളുടെ ആനിമേറ്റർ അച്ഛനായിരുന്ന തറേക്കടവിൽ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ് ഞങ്ങൾക്കത് പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കരുതുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് എന്തുമാത്രം സന്തോഷവും സമാധാനം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും അതൊരു വിശ്വാസത്തിൻ്റെ തലമാണ്, ശരിയാണ്. പക്ഷേ അച്ഛൻ പറഞ്ഞതും എനിക്കിപ്പോൾ ബോധ്യമായത് ഒരു കാര്യമുണ്ട്, വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ നമുക്ക് കിട്ടിയ കാര്യങ്ങളെ വെച്ചിട്ട് മനസ്സിലാക്കുന്നതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, ദൈവം കൂടെയുണ്ട് എന്നൊരു ബോധ്യമാണ് ശരിക്കും വിശ്വാസം എന്ന് പറയുന്നത്. ആ കാര്യം ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 100-ൽ 99% ആൾക്കാർക്കും ദൈവം ഇല്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. കാരണം ഒന്നും നല്ലത് നടക്കുന്നുമില്ല, എന്നാൽ ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ എന്ന് ചിന്തിക്കുന്നത് കൂടുതൽ അവർക്ക് ഉത്തമമായിട്ട് തോന്നാം. പക്ഷേ അതല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവം കൂടെയുണ്ട്. അത് നമുക്ക് പലപ്പോഴും മനസ്സിലായി. എനിക്കറിയാം, അച്ചാച്ചനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അനിയനും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അതിൽ കൂടുതൽ പ്രിവിലേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ പരിപാലന കാണാനായിട്ട് എന്നെ കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഈ സാഹചര്യം തന്നെയാണ്. ഇന്നോളം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് 1 രൂപയുടെ പോലും ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും നടക്കാറില്ല, പക്ഷേ വലിയ കാര്യങ്ങൾ, സങ്കടം ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇപ്പം പട്ടമാണെങ്കിൽ പോലും
എല്ലാ കാര്യങ്ങളും എൻ്റെ ഓൾറെഡി ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ വികാരി അച്ഛനും എല്ലാവരും കൂടെ ക്രമീകരിച്ച് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഹാപ്പിയാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ദൈവപരിപാലനം ഞാൻ കാണാനായിട്ട് ഇടയാക്കി തീർന്നതും എൻ്റെ സാഹചര്യം തന്നെയാണ്. ഞാനത് ശരിക്കും ദൈവം എനിക്ക് വേണ്ടി തന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പം അച്ഛനാകത്തില്ല, ഇവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനാകത്തില്ലായിരുന്നു ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും. അപ്പോൾ അവരുടെ പ്രാർത്ഥന എന്താണെങ്കിലും ഡീക്കൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ഡീക്കൻ, ഇനി നമുക്ക് സെമിനാരി ജീവിതത്തിലേക്ക് വരാം. ഈ സെമിനാരി ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഉയ്യോ ഇത്രയും നാളത്തെ ഒരു പഠനം എങ്ങനെ സാധിക്കുന്നു? ഇപ്പോൾ നമ്മളൊരു മെഡിസിന് പോയാലോ അല്ലെങ്കിൽ വേറൊരു ഡിഗ്രി എടുത്താലോ 3-4 വർഷം കൊണ്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് 12 to 13 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു പഠന കാലയളവാണ്. സെമിനാരി ജീവിതത്തെ എത്രത്തോളം മാറ്റിയിട്ടുണ്ട്? ഈ സെമിനാരി ജീവിതത്തിൽ നിന്ന് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ച കാര്യം? സെമിനാരി ജീവിതത്തിൽ നിന്ന് അവസാനം വരെ പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പഠിത്തം തീർന്നിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും ഞങ്ങളെ അച്ഛൻ ഏറ്റവും അവസാനം ഇങ്ങോട്ട് വിട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ റെക്ടറച്ഛൻ പറഞ്ഞതും പഠിത്തം ഇനി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളൂ എന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. സെമിനാരി 12 വർഷം അല്ലെങ്കിൽ 13 വർഷത്തോളം പഠിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലയളവ് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഡോക്ടറാകുന്നു എഞ്ചിനീയർ ആകുന്നു എന്നൊക്കെ പറഞ്ഞു, അത് നമ്മൾ തലയിൽ മനസ്സിലാക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് കൂലിപ്പണി എടുത്ത് വേണമെങ്കിലും ജീവിക്കാം, കുഴപ്പമില്ല. പക്ഷേ അച്ഛനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മളത് ജീവിക്കണമെങ്കിൽ നമുക്കത് കൺവിക്ഷൻ ആകണം. കാരണം എന്തെങ്കിലും തലയെ കയറ്റി വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. തലയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും എന്നത് ശരിയാണ്, പക്ഷെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോൾ ഹൃദയത്തിലാകുന്നു അപ്പോഴാണ് നമുക്കതൊരു ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാനായിട്ട് പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ 12 വർഷം. അങ്ങനെ ചോദിച്ചാൽ 12 വർഷം പോരാന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ഒരു ആധ്യാത്മിക തലമുണ്ട്, നമ്മുടെ ഒരു ഭൗതിക തലമുണ്ട്, പിന്നെ നമുക്കൊരു ബുദ്ധിപരമായിട്ടുള്ള മറ്റൊരു തലമുണ്ട്, പിന്നെ നമ്മുടെ ഒരു ഗുഡ് മാനേഴ്സ്, അങ്ങനെ വേറൊരു തലമുണ്ട്. ഇതെല്ലാം ഫോം ചെയ്തെടുക്കപ്പെടണം. നമുക്കറിയാം പല അച്ഛന്മാരെ നോക്കിയാൽ അത് വളരെ നിസ്സാരരായിട്ടുള്ള ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരും വന്നിട്ടുള്ളത്. പക്ഷേ അച്ഛനായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ തന്നെ മാറുന്നതായിട്ട് ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങളും ഉറപ്പായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അത് ഈ 12 വർഷം കൊണ്ട് രൂപാന്തരപ്പെട്ട് വരുന്നതാണ്. ആദ്യമൊക്കെ നമ്മൾ മൈനർ സെമിനാരി വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ കളിക്കാനായിട്ട് കളിക്കളത്തിലേക്ക് വിടും. അച്ഛന്മാർ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്ന അവിടെയാണ്. 1, 2, 3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആ ഒരു കളിക്കളം പോലും മാറുന്നതെന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഒരിക്കൽ പോലും ഒരു അസഭ്യമായിട്ടുള്ള വാക്ക് വായിന്ന് വരത്തില്ല. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടാറുണ്ട്, അത് കളിയുടെ ഭാഗമാണ്. പക്ഷേ കളി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ആ ഒരു ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് നമ്മൾ കൈയൊക്കെ കൊടുത്ത് നാളെ നമ്മൾ പൊളിക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്, നമ്മൾ കുത്തി നിറയ്ക്കുന്ന ഒരു മാറ്റമല്ല, വന്ന് കയറുന്ന അല്ലെങ്കിൽ വന്ന് സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അതാണ് ഈ സെമിനാരി ഫോർമേഷനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഇത്. അതുപോലെ തന്നെയാണ് പിന്നീട് ഭൗതികമായിട്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ മാറുന്നുണ്ട്. നമ്മുടെ ബുദ്ധി, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മറ്റുള്ളവരോട് സംസാരിക്കുന്ന, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുന്നത്, പ്രസംഗിക്കാനുള്ള കഴിവ്, പിന്നെ കുറച്ചൊക്കെയെങ്കിലും പാട്ടുപാടി ഒന്ന് ശരിയാക്കി കുർബാനയൊക്കെ ചെല്ലാവുന്ന രീതിയിലുള്ളത്, അങ്ങനെ പല രീതിക്കും ഈ ഒരു കാലഘട്ടം അനിവാര്യമാണ്. അപ്പോൾ സെമിനാരി ജീവിതം ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ഉറപ്പാണ്, പുറത്ത് ജീവിക്കുന്നവർ, അതായത് പൗരോഹിത്യം വേണ്ട എന്ന് വിചാരിച്ച് പുറത്ത് പോയി ജീവിക്കുന്നവർക്ക് പോലും ഭയങ്കര ഒരു വലിയ മാറ്റം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ 12 വർഷം പോയത് തീർച്ചയായിട്ടും ഭയങ്കര ഉപകാരപ്രദമാണ്. ഇനി 15 ആക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഡീക്കൻ എന്താണെങ്കിലും ഡീക്കൻ്റെ ഈ ഒരു ജീവിതത്തിൽ വളരെ സന്തോഷവാനാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഡീക്ക, പല മാതാപിതാക്കളും മക്കളെ സെമിനാരിയിലേക്ക് പോകണം അല്ലെങ്കിൽ എൻ്റെ ദൈവവിളി ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാതാപിതാക്കളെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. നീ ഇപ്പോൾ പോകണോ, അല്ലെങ്കിൽ നീ ഒന്നുകൂടെ ആലോചിക്കുക, ഇത് തന്നെയാണോ എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ സെമിനാരി ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന് പല മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിനോടുള്ളൊരു ഡീക്കൻ്റെ പ്രതികരണം എങ്ങനെയാണ്? മാതാപിതാക്കളുടെ ഈ ഒരു സമീപനത്തോടുള്ളൊരു പ്രതികരണം. മാതാപിതാക്കൾ ശരിക്കും സെമിനാരി ജീവിതം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ അതിൻ്റെ ആൻസർ. രണ്ടാമത്തേത്, പോയ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ സെമിനാരി ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ആദ്യത്തെ ഒരു കാലയളവിൽ നമ്മുടെ ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ ഒരു ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതം പെട്ടെന്ന് മാറുക. കാരണം നമ്മൾ ഒരു ഇച്ചിരി നേരം പ്രാർത്ഥിക്കും, വീട്ടിലായിരിക്കുമ്പം നമ്മൾ ഇച്ചിരി ജോലി ചെയ്യും, മടുത്തു എന്ന് പറഞ്ഞാൽ അമ്മയോട് പറ്റത്തില്ല നാളെ ചെയ്യാമെന്ന് പറയും. പക്ഷേ സെമിനാരി ജീവിതം അങ്ങനെയല്ല, ഇല്ല. നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പോയേ പറ്റത്തുള്ളൂ. ചില ദിവസം നമ്മൾ പ്രാർത്ഥിക്കണമെന്നില്ല, പക്ഷേ അവിടെ നമ്മൾ ഉണ്ടായിരിക്കണം, പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ജോലി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും, പക്ഷേ നമ്മളത് ചെയ്തേ പറ്റത്തുള്ളെന്ന്. അങ്ങനെ കുറച്ച് കാലയളവ് ആദ്യത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്തായിരിക്കും ചിലവർ നിർത്തിയും പോകുന്നത്.
പക്ഷേ അങ്ങനെയുള്ളവരായിരിക്കും ഒരുപക്ഷെ ഇത് പറയുകയും അത് പിന്നീട് കുറേ പേര് കേട്ട് അങ്ങനെ ആയിരിക്കും സെമിനാരിയിൽ നിന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഈ ഒരു ചേഞ്ച് ചെയ്യുന്ന സമയമാണ് ശരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബുദ്ധിമുട്ടാണ് ശരിക്കും. നമുക്ക് ഇത്ര നേരം ഒന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് വിഷമം തോന്നി ചില സമയത്ത്. പക്ഷേ ആ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ശരിക്കുള്ള സെമിനാരി ഫോർമേഷൻ ആരംഭിക്കുന്നത്. അത് മാതാപിതാക്കൾ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മേജർ സെമിനാരി ആ ഒരു ഫോർമേഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സെമിനാരി ജീവിതത്തോളം ആസ്വാദികരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സൗഹൃദം, നമ്മൾ എന്ത് ചോദിച്ചാലും അതായത് നമുക്ക് എന്തും തുറന്നു പറയാവുന്ന രീതിയിൽ, കാരണം കുമ്പസാരം കേൾക്കുന്ന അച്ഛന്മാരാണല്ലോ, അവരിങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുക, നമുക്ക് എന്തും പറയാം ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഞങ്ങൾക്ക് സ്പിരിച്വൽ ഫാദേഴ്സ് എന്ന് പറയുന്ന അച്ഛന്മാരുണ്ട്. ഞങ്ങളുടെ പ്രത്യേകം പറയുന്നത് കോടിക്കലച്ചനൊക്കെ, നമ്മുടെ ചങ്ങനാശ്ശേരി കോടിക്കലച്ചനൊക്കെ ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദറായിരുന്നു. അച്ഛനൊക്കെ തന്നേക്കുന്ന ഒരു അടിത്തറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് ശരിക്കും പറഞ്ഞാൽ. അതേപോലെ തന്നെ മറ്റച്ഛന്മാരുണ്ട്, അവരും ഇതേപോലെ വന്നാണ്. ഒരുപക്ഷെ സാധാരണ വ്യക്തികളോട് സംസാരിക്കുന്നതിലും ഹൃദയം തുറന്ന് അച്ഛന്മാരും നമ്മളോട് സംസാരിക്കും. കാരണം നാളെ ഞങ്ങളും അച്ഛന്മാരാണ്, അത് അവർക്കറിയാം. അങ്ങനെ തന്നെയാണ് അവർ സംസാരിക്കുന്നതും. അപ്പോൾ ഈ സെമിനാരി ജീവിതം എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അച്ഛന്മാരായി കഴിഞ്ഞാലും അച്ഛന്മാരുടെ സൗഹൃദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ ഈ സെമിനാരി ജീവിതത്തിൽ ഉണ്ടാകും, മറ്റ് എവിടെ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ. ഒന്നാമത്തെ സന്തോഷം അത്. രണ്ടാമത്തേത്, നമ്മൾ വിശ്വാസത്തെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതെന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നത് അറിഞ്ഞിട്ടും വിശ്വസിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതും മനസ്സിലാക്കിയിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന ആളാണ് വൈദികൻ. എന്നപ്പോൾ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന കൺവിക്ഷൻ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കാനുള്ള സാധ്യതയില്ല. അതാണ് രണ്ടാമത് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം സെമിനാരി ജീവിതത്തിൽ. പിന്നീട് നമുക്ക് സെമിനാരി ജീവിതം തരുന്നത് ഒരു കുടുംബം നമുക്ക് സെമിനാരി തരുന്നുണ്ട്. കാരണം സെമിനാരി ഇപ്പം ഞങ്ങൾ കുറിച്ചി സെമിനാരി ഞങ്ങൾ ഹോം ഓഫ് ലവ് എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ കുന്നോത്ത് സെമിനാരിനെയും അതേ പേര് തന്നെ വിളിക്കുന്നത്. മിക്ക സെമിനാരിയുടെ പേരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാൻ വേണ്ടിയിട്ട് സെമിനാരി നമുക്ക് വേണ്ടി ഓപ്പണാണ്, അച്ഛന്മാരും ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ ഈ സെമിനാരി തരുന്ന സൗഹൃദം, ബുദ്ധി, അതേപോലെ തന്നെ നമ്മുടെ കായികപരമായിട്ടുള്ള കഴിവുകൾ, അതൊന്നും നമുക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മക്കളെ നന്നാക്കി ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ പോലും സെമിനാരി വിടാം. കാരണം അത്രയും കംഫർട്ടായിട്ടുള്ള, അത്രയും സ്നേഹം കൊടുക്കുന്ന, അത്രയും രൂപാന്തരപ്പെടുത്തുന്ന മറ്റൊരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഡീക്ക, ഇനി കുടുംബത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡീക്കനിപ്പോൾ പറഞ്ഞു അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ മാത്രമേ ഉള്ളൂ, ഇപ്പം അനിയനും മരിച്ചു. അപ്പം ഡീക്കൻ ആദ്യമായിട്ട് എൻ്റെ ദൈവവിളി ഇങ്ങനെ ഒരു പൗരോഹിത്യത്തിലേക്കാണ്, എനിക്കിങ്ങനെ ഒരു പുരോഹിതനാവണം എന്നുള്ളൊരു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ അവരുടെ ഫസ്റ്റ് റെസ്പോൺസ് എങ്ങനെയായിരുന്നു? കാരണം അതറിയാൻ നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് വളരെ സിമ്പിളാണ്. കാരണം എന്നാണെന്നറിയാമോ, ഞാൻ സെമിനാരി പോകുന്നതിന് മുമ്പേ ഇവർ 3 പേരും മരിച്ചതാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നത് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അവർ ഇല്ലാതിരുന്ന സമയത്താണ് ഡീക്കൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത്, സെമിനാരിയിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. എൻ്റെ അപ്പനും അനിയനും അറിയാനുള്ള സാധ്യതയില്ല. പക്ഷേ എൻ്റെ അമ്മ ഞാൻ 10 പഠിക്കുമ്പോഴാണ് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഏകദേശം അറിയാം, ഞാൻ എത്രയായാലും ക്യാമ്പിന് പോകുന്ന കാര്യം അറിയാം, സെമിനാരി കയറുമെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ അമ്മയ്ക്ക് ഉറപ്പായിട്ടും വിശ്വാസം ഉണ്ടായിരിക്കും. കാരണം ഞാൻ പൊക്കമുള്ള ഒരാളാണല്ലോ. അന്നപ്പോൾ അമ്മ എന്നോട് ഇടയ്ക്കെങ്കിലുമൊക്കെ പറയും, ഞാനിന്ന് പൊക്കമുള്ള ഒരു അച്ഛനെ കണ്ടു, അപ്പം നല്ല ലോക്കൊക്കെ ഇടുമ്പോൾ നല്ല രസമാണ്, അപ്പം നീ അച്ഛനാകുമ്പോഴത്തേക്ക് അതേപോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാം, നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബനാന കട്ട് ചെയ്തിട്ട് നമ്മൾ കുർബാന സ്വീകരിക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ വീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ട്. അതെ, അതപ്പം ഇതെല്ലാം കാണുകയും പിന്നെ കുർബാനയ്ക്ക് കൂടാൻ അച്ഛന്മാരുടെ കൂടെ ഇരിക്കാനൊക്കെയുള്ള ഒരു ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് ഉറപ്പായിട്ടും, അമ്മയൊരു സൺഡേ സ്കൂൾ ആയിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് അത് മനസ്സിലായി കാണണം ഒരു പക്ഷേ നമ്മൾ ഒരാളെ കാണുമ്പോൾ. അതുകൊണ്ട് അമ്മയെ ഉറപ്പായിട്ടും ഞാൻ അച്ഛനാകും എന്ന് അന്നേ വിചാരിച്ചിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ചേട്ടായിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലായിരുന്നുകൊണ്ട് തന്നെ ചേട്ടായിക്കും അറിയാം ഞാൻ എത്രയായാലും സെമിനാരി പോകുമെന്ന കാര്യത്തിൽ എൻ്റെ ചേട്ടായിക്ക് ഒരു സംശയമില്ല. പിന്നീട് സംശയമുള്ളത് തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ചേട്ടായി എന്നെ എപ്പോഴും വിളിക്കും. ഞാൻ എപ്പോൾ അവധിക്ക് പോയാലും പറയും, 4 വർഷമായില്ലേ, 5 വർഷമായില്ലേ, ഇനി പോര് എന്ന് പറയും. അതെന്നോട് ഇപ്പോഴും പറയും. ഇപ്പം ഫോൺ വിളിക്കുമ്പോഴും പറയും, എല്ലാം പഠിച്ചല്ലോ, പറയാനുള്ള എല്ലാം അറിഞ്ഞു, എന്നാൽ ഇനിയും പോന്നൂടെ എന്ന് ചോദിക്കും. ആ ചേട്ടായിക്ക് താല്പര്യമുണ്ട് ഞാൻ തിരിച്ചു വരുന്നതിനെക്കുറിച്ചും അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ആക്സെപ്റ്റഡ് ആണ്. ഞാൻ അച്ഛനായിട്ട് ജീവിക്കുന്നവർക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ സെമിനാരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. അത് വളരെ സിമ്പിളായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയൊരു കാര്യം. എനിക്ക് ഇതെല്ലാം കേട്ടപ്പോൾ മനസ്സിൽ വന്നൊരു സംശയമാണ്. ഇപ്പോൾ പലപ്പോഴും ഈശോയെ തള്ളിപ്പറയാൻ സാധിക്കുന്ന പല സന്ദർഭങ്ങളും ഇപ്പം
ഡീക്കൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയേറെ സ്നേഹിച്ച കുടുംബാംഗങ്ങളെ ഡീക്കനിൽ നിന്ന് മാറ്റി ഡീക്കൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കായ ഒരു അവസ്ഥയിലേക്കൊക്കെ ഡീക്കനെ വന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈശോ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസം വേണ്ട എന്ന് തള്ളി പറയാൻ തോന്നിയിട്ടുണ്ടോ? വിശ്വാസം വേണ്ട എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അത് ഈശോയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഇത് ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന കാര്യമാണ്. പക്ഷേ ഈശോയിൽ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ എനിക്ക് ഇച്ചിരൂടെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റി. ഒരു പക്ഷേ വിശ്വാസം ഇല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ സെമിനാരി, ഞാൻ പറഞ്ഞില്ല, സെമിനാരി ഫോർമേഷനിലൂടെ എനിക്ക് കിട്ടിയ അറിവുകളും കൂടെ വെച്ച് നോക്കുമ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ തത്വം അതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചാലും ഈശോ അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും എനിക്കത് തരണം ചെയ്യാൻ ഈ ഒരു ഉത്തരം മതിയായിരുന്നു. എനിക്കത് അനിവാര്യമായിട്ട് അല്ലെങ്കിൽ എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ഉത്തരവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈശോയുടെ ദേഷ്യം തോന്നിയിട്ടുണ്ട്, അത് ഈശോയുടെ തന്നെ പറയും. അതേപോലെ തന്നെ വേറെ വിഷമങ്ങൾ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ, അതായത് ഈശോയെ തള്ളി പറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം വേണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം എന്നെ സഹായിക്കുകയാണ് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ. ഡീക്ക ഇപ്പോൾ പറഞ്ഞു സെമിനാരിയിലെ പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതിലൊന്നാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ജീവിതത്തിൽ നിന്ന് സെമിനാരി ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിൽ വലിയ വ്യത്യാസം വരുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ കുറേയും കൂടി സമയം പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെക്കുമെന്ന് തോന്നുന്നു. ഡീക്കനെ സംബന്ധിച്ച് എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഡെഫിനേഷനാണ്, എല്ലാവരും പറയുന്ന സാധനം തന്നെ. ദൈവമായിട്ടുള്ള സംഭാഷണമാണ്. അത് പല ടൈപ്പുണ്ട്. നമുക്ക് സംഭാഷണം എന്ന് പറയുമ്പോഴും നമുക്കറിയാമല്ലോ പല രീതിക്കുണ്ട്. നമുക്കിപ്പം ഒരാളോട് വെറുതെ സംസാരിക്കാം, നമ്മൾ പറയുന്നത് മാത്രം കേൾക്കണമെന്ന രീതിയിൽ സംസാരിക്കാം. അതാണ് ആദ്യം പ്രാർത്ഥന. എല്ലാവരും തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെയാണ്. രണ്ടാമത് അത് വളർച്ച പ്രാപിക്കുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു സ്നേഹം വരുന്നത്. ആ സ്നേഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാളോട് നമുക്ക് ഭയങ്കര ഇഷ്ടമൊന്നും ഉണ്ടെങ്കിൽ നമ്മൾ എത്ര സംസാരിച്ചാലും തീരത്തുമില്ല. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരിടത്ത് പോയി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധവും ഇല്ല. കാരണം നമ്മളിപ്പം ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും, അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആയിരുന്നാലും എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും അവിടെ എല്ലാം ഈശോ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുമ്പം അതാണ് എൻ്റെ ഒരു പ്രാർത്ഥനാ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല ശരിക്കും. പക്ഷേ നമ്മൾ ഇപ്പം ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ഒന്ന് പ്രാർത്ഥിക്കണം വെച്ചാൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഈശോയോട് സംസാരിച്ച് പഠിച്ചതുകൊണ്ട് ആ രീതിക്കാണ് പ്രാർത്ഥന പോകുന്നതും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സംഭാഷണമാണെന്ന് പറയുമ്പോൾ സ്നേഹത്തോടെയുള്ള സംഭാഷണം എന്നുള്ളതാണ് എനിക്കിഷ്ടം പറയാനായിട്ട്. ഡീക്ക, അതുപോലെ തന്നെ എനിക്കിപ്പം തോന്നിയൊരു ചോദ്യം, ഇപ്പോൾ ഈ യുവജനങ്ങൾക്കിടയിലൊക്കെ കുമ്പസാരം എന്ന കൂദാശ വളരെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ പാപം ചെയ്താലും അതൊന്നും ഒരു പാപമായിട്ട് പോലും തോന്നാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പോലും ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്തിനാ പോയി പറയുന്നത്, ഇതങ്ങ് അല്ലെങ്കിൽ ഈശോയോട് നേരിട്ട് പറഞ്ഞാൽ പോരെ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് വരുന്നൊരു സമയമാണ്. ഡീക്കനെ സംബന്ധിച്ച് ഈ കുമ്പസാരം എന്ന കൂദാശ ഇന്നത്തെ യുവജനങ്ങൾ അവരതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? മാറി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്മാർ, ഞങ്ങൾ കുമ്പസാരിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ അച്ഛന്മാർ പറയുന്നത് കേട്ടിട്ടുള്ളത് ചില ആൾക്കാർ ഒരിക്കലും കുമ്പസാരിക്കാത്ത രീതിയിൽ കണ്ണ് നിറഞ്ഞ് കുമ്പസാരിക്കുന്ന യുവജനങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും റിപ്പീറ്റഡായിട്ട് ഒന്ന് പറഞ്ഞു അവരെന്തോ കാണാതെ പിടിച്ച് വെച്ചേക്കെന്ന് പറയുന്ന രീതിയിലുള്ളവരുമുണ്ട്. മൂന്നാമത്തേത് ഇങ്ങനെ എന്തിനാ കഷ്ടപ്പെട്ട് കുമ്പസാരിക്കുന്നത്, വേറൊരാളെ എന്തിനാ പറയുന്നതെന്ന രീതിയിൽ കുമ്പസാരിക്കുന്ന ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുമ്പസാരം കുറയാനായിട്ടുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നു പ്രധാനമായിട്ടും ഈശോയിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് സാത്താൻ്റെ ഒരു പരിപാടി, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിൽ നിന്ന് അകറ്റുക. കാരണം പ്രസാദവര അവസ്ഥയിൽ ഒരു ആത്മാവായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയാതെ ദൈവത്തോട് അടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ഇവിടെ നിന്ന് അകറ്റുക, അതാണ് സാത്താൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഭയങ്കര പോസിറ്റീവായിട്ട് ചെയ്യണം. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് കുമ്പസാരിക്കാതിരിക്കുന്നതെന്നൊന്നും ഇപ്പം ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയുന്നത് എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ഈശോയോട് നേരിട്ട് പറഞ്ഞോളാം എന്നുള്ള ഒരു സങ്കല്പമാണ് പിള്ളേർക്ക് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് കുമ്പസാരം കുറഞ്ഞു വരുന്നത്. രണ്ടാമത്തേത്, ചില കാര്യങ്ങളൊന്നും പാപമല്ല എന്ന് നമ്മളെ ലോകം പഠിപ്പിക്കുന്നുണ്ട്. കാരണം കോളേജിലൊക്കെ ചെന്നാലും നമ്മൾ പണ്ടൊക്കെ ഒന്ന് കോപ്പി അടിക്കുന്ന പോലും വളരെ വലിയ പാപമായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുമായിരുന്നു. പക്ഷേ ഇന്ന്
ഞാൻ കേട്ടിട്ടുണ്ട് ചില വലിയ പരീക്ഷകൾക്ക് പോലും ഈ ആ ടീച്ചർ കോപ്പി അടിക്കാൻ സമ്മതിച്ചില്ല, അത് എന്നാ പരിപാടിയാണെന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. കാരണം കോപ്പി അടിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാപബോധം കുറയുന്നതിൻ്റെ ഒരു ഇതാണ്. അത് സാത്താൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെംപ്റ്റേഷനാണ് ശരിക്കും. ഒത്തിരി ആൾക്കാർ സംസാരിക്കുന്നത് കേട്ടിട്ടുമുണ്ട് ഇങ്ങനെ കുറേ പാപങ്ങൾ. അതായത് ഇപ്പം ഈവൻ അബോർഷൻ ആണെങ്കിൽ പോലും ഞങ്ങളെ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല, അമ്മയുടെ സന്തോഷമാണ്, മക്കളുടെ സന്തോഷമാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടെ ഉള്ള തീരുമാനമാണ്, റെസ്പോൺസിബിൾ പേരൻ്റ് കൂടെ എന്നൊക്കെ പറയും, അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴേ ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞത്, അതെ കുഞ്ഞുണ്ടാകുന്നത് വരെ അവർക്ക് സാധ്യതകളുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ജീവൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ തൊടാനുള്ള അവകാശമില്ല. അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം സാത്താൻ്റെ ഏറ്റവും വലിയ ടൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിതലത്തിൽ നമ്മളെ മനസ്സിലാക്കി തരിക ഇതൊന്നും പാപമല്ല എന്ന്. ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ കുമ്പസാരത്തോടുള്ള ഒരു മടുപ്പ് അനുഭവപ്പെടുന്നതെന്നാണ് ഞാനത് കരുതിയിട്ടുള്ളത്. പക്ഷേ ഈ അച്ഛന്മാരോട് കുമ്പസാരിക്കേണ്ട, അല്ലെങ്കിൽ ദൈവത്തോട് നേരിട്ട് പറയാം എന്ന് പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. കാരണം ഈശോ സ്ഥാപിച്ചതാണ് സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർമാറ്റ് പാപങ്ങൾ ഏറ്റുപറയുമെന്ന് നമ്മൾ ലേഖനങ്ങളിൽ പോലും വായിക്കുന്നുണ്ട്. പാപങ്ങൾ ഏറ്റുപറയുക, അതിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് ഈശോ അല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ അപ്പസ്തോലന്മാരായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈശോ സഭ സ്ഥാപിച്ചതാണെങ്കിൽ സഭയിലൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈശോയുടെ ശരീരമാണ് സഭ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സഭ കുമ്പസാരിക്കണം എന്ന് പറയുകയും ഞാൻ ഈശോയോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും നിങ്ങൾക്ക് ഈശോയെ അറിയത്തില്ല. ഈശോയെ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും സഭ എന്താണ് പറയുന്നതെന്നും സഭ എന്താണ് എന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് അയാൾക്ക് ബോധം ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ കുമ്പസാരം വേണ്ട, സഭ വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈശോയെ അറിയത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഡീക്കൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ SB കോളേജിൽ ഡിഗ്രി ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഡീക്കൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ സെമിനാരിയിൽ നിന്ന് രാവിലെ കോളേജിലേക്ക് വരുന്നു, വൈകുന്നേരം സെമിനാരിലേക്ക് തന്നെ പോകുന്നു. SB കോളേജ് നമുക്കറിയാം അത്രയും വലിയൊരു കോളേജാണ്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം കണ്ടപ്പോൾ എപ്പോഴെങ്കിലും ഈ സെമിനാരി ജീവിതം ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ട്? കാരണം ഇവർക്ക് വീട്ടിൽ പോകാം, പേരൻസിനെ കാണാം, അല്ലെങ്കിൽ അവർക്ക് കുറേ കൂടെ ഫ്രീഡം ഉണ്ട്. ആ ഒരു ലൈഫ് എപ്പോഴെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ സെമിനാരിലായിരിക്കുമ്പോൾ ഫ്രീഡം നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഒരു ചെറിയ ബുദ്ധിയിൽ നമുക്ക് ചില സമയത്തൊക്കെ തോന്നും, അവരൊക്കെ അടിച്ചു പൊളിക്കുന്നു, രാത്രിയിലൊക്കെ പുറത്തു പോകുന്നു, നമ്മളിങ്ങനെ സെമിനാരിക്കകത്താണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമ്മുടെ ഒരു മാനുഷികമായിട്ടുള്ള ചിന്തയാണ്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കോളേജിൽ നമ്മൾ സെമിനാരിക്കാരനാണെന്ന് അറിയാവുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഒരു കൂട്ടായ്മ അവർക്ക് വേറെയുണ്ട്. പക്ഷേ നമ്മളോടുള്ള ഒരു കൂട്ടായ്മയിൽ അവരെല്ലാവരും ഉണ്ട്. ആ 2 ടൈപ്പ് കൂട്ടായ്മയാണ്. പക്ഷേ നമ്മളെ അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. കാരണം അവരങ്ങനെ ജീവിക്കും. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവനോടൊന്ന് പറയാം എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു സെമിനാരിക്കാർ തന്നെയായിട്ട് എൻ്റെ സുവോളജി പഠിക്കാനായിട്ട്. അപ്പോൾ അവർ വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കതൊരു ഒരു പ്രചോദനമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവർ പ്രചോദനമാകുന്നതിൽ കൂടുതലും അവർക്ക് നമ്മൾ പ്രചോദനമാകുമ്പം നമ്മുടെ ചെറിയ ഫ്രീഡം ഒന്നും നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കാറില്ല, ഫ്രീഡത്തിൻ്റെ കുറവൊന്നും. കാരണം നമുക്കത് മനസ്സിലായി. കാരണം നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, ഇന്ന് ഈ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം ജീവിക്കുന്നു, അനുസരണം, ദാരിദ്ര്യമൊക്കെ ജീവിക്കുന്നു എന്ന് പറയുമ്പം അവർ നോക്കുമ്പോൾ ഇവന്മാരാരാ എന്നുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നത്. ഇവന്മാർക്ക് എങ്ങനെ ഇത് പറ്റുന്നു എന്ന് ചിന്തിക്കുന്നു. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്കും ചുമ്മാ പറയും, ഇപ്പോൾ ആദ്യമേ പറയും, പണ്ട് പറയത്തില്ലായിരുന്നു സെമിനാരിക്കാരനാണെന്ന്, ഇപ്പോൾ പറയും സെമിനാരിക്കാരനാണ്, അടുത്ത മാസം പട്ടമാണെന്നൊക്കെ പറയുമ്പോൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും. അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഹീറോയ്ക്ക് ലൈഫാണിത്, ആർക്കെങ്കിലുമൊക്കെ പറ്റുന്നതല്ല, ചിലർക്ക് മാത്രം പറ്റുന്നതാണ് എന്നൊരു തോന്നൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിക്ക് നോക്കുമ്പോഴത്തേക്കും കോളേജ് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും അവർക്ക് നമ്മളൊരു പ്രചോദനമായിരുന്നു ശരിക്കും. അവർ നോക്കുമ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റും, അങ്ങനെ ജീവിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജ് ജീവിതം എന്നെ ഒരുപാട് ആ രീതിക്ക് സഹായിച്ചിട്ടുണ്ട്. ഡീക്ക, ഇനി സെമിനാരി ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഒരുപാട് ഫോം ചെയ്യിപ്പിക്കുന്ന ഒരിടമാണെന്ന് ഡീക്കൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങളുടെ കലാപരമായ കായികപരമായ കഴിവുകളും ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കലാപരമായ കായികപരമായ കഴിവുകൾ? ഞാൻ മൈനർ സെമിനാരി തൊട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. മേജർ സെമിനാരിയിലും A ടീമിലൊക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സെമിനാരിപരമായിട്ടുള്ള അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കലാപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന എഴുത്തും വായനയൊക്കെയാണ്. ആ രീതിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പാട്ടൊന്നും എല്ലാവർക്കും വഴങ്ങൂല, എനിക്കും ഒപ്പിക്കാനേ പറ്റത്തുള്ളൂ. ആ രീതിക്ക് അങ്ങനെ വളർന്നിട്ടില്ല. പക്ഷേ
നമുക്ക് എല്ലാത്തിനും ഒരു കോൺഫിഡൻസ് തരിക എന്നുള്ളതാണ് സെമിനാരി ജീവിതത്തിൽ. ഇപ്പം നമുക്കറിയാം, ഒരു സ്വാഭാവികമായിട്ട് പാടുന്ന അച്ഛന്മാർ പോലും നമ്മൾ ദേവാലയത്തിൽ ഇച്ചിരി മനോഹരമായിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പാടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കോൺഫിഡൻസാണ്. അതേപോലെ തന്നെ നാളെ ഒരാൾക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ആശംസ പറയണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടവക ബുള്ളറ്റിൻ ഇറങ്ങുന്നു, അതിൻ്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ എഴുതണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്, അതായത് സെമിനാരി ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്രയും പേര് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ ഇത്ര പേര് തിരുത്തി തന്നിട്ടുണ്ട്, ഇതൊക്കെ നല്ലതായിരുന്നു എന്ന് ഇത്ര ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് എഴുതാൻ പറ്റും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നടക്കും. അതാണ് ഈ കലാപരമായിട്ടും കായികപരമായിട്ടും ഒരു സെമിനാരി വിദ്യാർത്ഥി ഒരുപക്ഷെ വളരെ മുന്നിലായിരിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ കോൺഫിഡൻസാണ്. അത് പുറത്തുള്ളവർക്ക് അത്രയും കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. പല അച്ഛന്മാരും വളരെ മനോഹരമായിട്ട് ഈ കുർബാന പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങി അവർ സംസാരിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് പോകുന്ന അച്ഛന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ വളരെ മനോഹരമായിട്ട് പ്രസംഗങ്ങൾ പറയുന്ന അച്ഛന്മാർ, ഈ ഒരു അനുഗ്രഹം ഇതൊരു കൃപയായിട്ട് കാണുന്നുണ്ടോ? കാരണം ഈ പ്രസംഗം പറയുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. അതിന് ഈ ഒരു നമ്മുടെ ഒരു കുർബാനയുടെ സമയത്തൊക്കെ മനോഹരമായിട്ട് പ്രസംഗം പറയുക, ആളുകളെ അത്രയും ഇൻസ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൃപയായിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും 100% അത് കൃപ തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു സംശയമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പം ഡീക്കനായി കഴിയുമ്പോൾ നമുക്ക് പ്രസംഗം പറയാൻ തുടങ്ങാം പള്ളിയിലൊക്കെ. അങ്ങനെ ചില സമയത്ത് പ്രസംഗം പറയുമ്പോഴത്തേക്കും ചില സമയത്ത് നമ്മൾ എഴുതി പഠിച്ച് മനസ്സിലാക്കി ഒരു തെറ്റുമില്ലാതെ പറയും. അന്നപ്പോൾ നമുക്ക് 100% കോൺഫിഡൻസാണ്. ഇന്ന് ഞാൻ തകർത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി വരും. പക്ഷേ അത് ആരെയും സ്പർശിക്കണമെന്നില്ല. അവർ വന്നിട്ട് പറയും, ഡീക്ക പ്രസംഗമൊക്കെ നല്ലതായിരുന്നു എന്ന് പറയും. പക്ഷേ ചില ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോഴത്തേക്കും നമ്മൾ എഴുതിയതൊന്നുമല്ല പറയുന്നത്, നമ്മൾ മനസ്സിൽ വിചാരിച്ചതൊന്നുമല്ല സംസാരിച്ചത്. ഞാനങ്ങനെ വിഷമിച്ച് വന്നിട്ടുണ്ട്. അയ്യോ ഇന്നൊന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ചിലർ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര ആശ്വാസം തരുന്നതായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് ഒരുങ്ങണം. തീർച്ചയായിട്ടും ഒരുങ്ങിയില്ലെങ്കിൽ നമ്മളും പകുതി ദൈവം പകുതി എന്നുള്ളത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഒരു പരിപാടിയായിട്ട് നമ്മൾ കാണുമല്ല, അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ഗ്രേസ് അല്ലെങ്കിൽ കൃപയില്ലാതെ ഇത് പറ്റത്തില്ല, 100% ഉറപ്പാണ്. അത് വരുന്ന അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഒരുങ്ങി പറയുന്നത് ഒരിക്കലും വർക്കൗട്ട് ആകത്തില്ല. ചില സമയത്ത് നമ്മൾ വളരെ ഓഫ് ഹാൻഡായിട്ട് പറയുന്നത് ഭയങ്കരമായിട്ട് ആൾക്കാരെ സ്പർശിക്കുന്ന ചെയ്യും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ സംസാരിക്കുന്നതല്ല ശരിക്കും അവിടെ പ്രതിഫലിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവ് ആരെയൊക്കെ തൊടുന്നു അല്ലെങ്കിൽ ആരുടെയൊക്കെ ഹൃദയത്തിൽ ഇത് വിതയ്ക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കുന്നവർ ഒത്തിരി ശബ്ദം ഉയർത്തുകയോ താഴ്ത്തുകയോ ഒന്നും ചെയ്യാതെ നിസ്സാരമായിട്ട് സംസാരിക്കുന്നവരുടെ പ്രസംഗങ്ങൾ വളരെ ആൾക്കാർ കേൾക്കുന്നതായിട്ട് ഞാൻ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട്, ഇത് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, അല്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോടു കൂടി ഒന്ന് പ്രസംഗിക്കുക എന്നുള്ളത്, അതുകൊണ്ടാണ് ഇത് വൃത്തിയായിട്ട് വരുന്നത്. അതുകൊണ്ട് 100% ഇത് കൃപയാണ്. അപ്പം ഡീക്കൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുന്നോത്ത് സെമിനാരിയിൽ പഠിച്ച കാര്യം പറഞ്ഞു. കുന്നോത്ത് സെമിനാരിയിലെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. എങ്ങനെയായിരുന്നു ആ ഒരു ജീവിത കാലയളവ്? കുന്നോത്ത് സെമിനാരിയാണ് എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിന് ബോധ്യം തന്നിട്ടുള്ളൊരു സെമിനാരി കുന്നോത്ത് സെമിനാരിയാണ്. ബാക്കി എല്ലായിടത്തും ഒത്തിരി കുന്നോത്ത് സെമിനാരിയെക്കാട്ടിലും ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്ന സമൂഹം ഉണ്ടായിട്ടുണ്ട് വേറെ. പക്ഷേ ഒരു വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചതും വിശ്വാസം എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പഠിപ്പിച്ചതും വിശ്വാസത്തെ എങ്ങനെ ഒന്ന് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒന്ന് ചെറുതാക്കി പറയാമെന്ന് പഠിപ്പിച്ചതും കുന്നോത്ത് സെമിനാരിയാണ്. അതാണ് എനിക്ക് ഏറ്റവും കുന്നോത്ത് സെമിനാരി തന്നിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ കുന്നോത്ത് സെമിനാരിയാണ് ഈ കേരളത്തിലെ സെമിനാരി വെച്ചിട്ട് ഏറ്റവും ചെറിയ സെമിനാരി. അതുകൊണ്ട് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു സൗഹൃദങ്ങളുടെ ആഴത്തേക്കാൾ ഉപരി ആ സെമിനാരിയിലുള്ള എല്ലാവരെയും നമുക്കറിയാം. റെക്ടറച്ചൻ തുടങ്ങി ഫിലോസഫി ഫസ്റ്റ് ഇയറിൽ വരുന്ന ബ്രദർ വരെ നമുക്ക് എല്ലാവരുടെയും പേരും വീട്ടുകാരും ഒന്നും അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അവരെല്ലാം നമുക്ക് പേഴ്സണലായിട്ട് അറിയാം, അതിനുള്ള സ്ഥലമേ ഉള്ളൂ അവിടെ. അതാണ് കുന്നോത്ത് സെമിനാരിയുടെ ഏറ്റവും മനോഹാരിത, സൗഹൃദത്തിൻ്റെ ആ ഒരു കാമ്പും അതോടൊപ്പം തന്നെ പഠനത്തിന് കൊടുക്കുന്ന ഒരു നിലവാരവും. അപ്പോൾ ഡീക്ക 13 വർഷത്തെ വലിയൊരു പഠനം പൂർത്തിയാക്കി ഇപ്പോൾ പൗരോഹിത്യ സ്വീകരണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കുമ്പോൾ 13 വർഷങ്ങളിലെ ബാക്കിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 13 വർഷം കൊണ്ട് ജീവിതത്തിൽ വന്ന അല്ലെങ്കിൽ ബ്രദറിൻ്റെ സ്വഭാവത്തിൽ വന്ന പേഴ്സണാലിറ്റിയിൽ വന്ന വലിയൊരു വ്യത്യാസം എന്താണ്? അത് എന്നെ കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എൻ്റെ ദേഷ്യത്തിലാണ് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. കളിക്കാനൊക്കെ പോകുമ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. പക്ഷേ
ഈ ഒരു അവസ്ഥയിൽ എന്നെ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മളെ പ്രത്യേകിച്ച് പട്ടമൊക്കെ എടുക്കാറാകുമ്പോഴത്തേക്കും നീ അന്നൊക്കെ പറഞ്ഞ് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ പറയും, അല്ലെങ്കിൽ കുറച്ച് നേരം ശ്രദ്ധിച്ച് കഴിയുമ്പോൾ പറയും, ദേഷ്യമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പക്ഷേ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെമിനാരി തന്നേക്കുന്ന ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ആർജിച്ചെടുക്കുന്ന ഒരു പ്രാർത്ഥന ലൈഫാണ്. നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എവിടെയായിരുന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഈശോയെ ഓർക്കുക. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. എനിക്ക് ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോൾ നമുക്ക് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാമായിരുന്നു, മിഷനിലേക്ക് പോകാമായിരുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മേഖലയിലേക്ക് പോകാമായിരുന്നു. എന്തുകൊണ്ട് ഇടവകപ്പെട്ടം? ഇടവകപ്പെട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ കൂടുതൽ കാണാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു സ്ഥലം ഇടവകയാണ് ശരിക്കും പറഞ്ഞാൽ. ബാക്കി എല്ലായിടത്തും ഉണ്ട്, ഇല്ല എന്നല്ല. മിഷൻ പ്രവർത്തനമൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഇടവകപ്പെട്ടതിൻ്റെ ഭാഗവും കൂടിയാണ്. പക്ഷേ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ എന്തിന് അച്ഛനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്ന 2 കാര്യം. ഒന്ന്, നല്ലതായിട്ട് കുർബാന ഇല്ലുക. രണ്ടാമത്തേത് കുമ്പസാരിപ്പിക്കുക. ഈ 2 കാര്യങ്ങൾ. കുമ്പസാരം എന്ന് പറയുമ്പോഴത്തേക്കും അത് അകത്ത് കേൾക്കുന്ന കുമ്പസാരമുണ്ട്, അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് പോലെ. കുമ്പസാരം ഒന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ആൾക്കാരെ കേൾക്കുക, മനസ്സിലാക്കുക. അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ പറ്റിയ ഒരു ഇടം ഇടവകപ്പട്ടം തന്നെയാണ്. കാരണം നമ്മളൊരു ഇടവകയിലാണ് പ്ലേസ് ആകുന്നത്. നമ്മളൊരു വികാരി അച്ഛൻ്റെ കൂടെയാണ് ആദ്യത്തെ 2-3 വലിയ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള അച്ഛന്മാരുടെ കൂടെയാണ് ആദ്യത്തെ 2-3 വർഷം എത്രയായാലും. അവരുടെ കൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പോഷറുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും വലുതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ പൗരോഹിത്യത്തിൽ ഉണ്ടായിരിക്കണമെന്ന്, അത് ഏറ്റവും കൂടുതൽ സാധിക്കുന്നതും ഈ ഇടവകപ്പെട്ടതിലാണ്, ഇടവകയിലായിരിക്കുമ്പോഴാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് തിരഞ്ഞെടുത്തത്. അപ്പോൾ എല്ലാത്തിനും ഡീക്കന് ഒരു കാരണമുണ്ട്. ഡീക്ക ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പം കുർബാനയെക്കുറിച്ച് പറഞ്ഞു, ഏറ്റവും വലിയ 2 ആഗ്രഹങ്ങൾ കുർബാന അർപ്പിക്കുക, കുമ്പസാരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുർബാനയെ ഒരുപാട് ആളുകൾ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഈ തിരുവോസ്തിയിൽ ഈശോ ഉണ്ടോ എന്ന് സംശയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് ഡീക്കൻ എന്താണ് പറയാനുള്ളത് ഈ കുർബാന എന്ന്? കാരണം നിങ്ങൾ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്, ഈശോയെ നേരിട്ട് കാണുന്ന, ഈശോയെ അനുഭവിക്കുന്ന ആളുകളാണ്. കുർബാന അത് ഈശോയായി മാറുന്ന നിമിഷത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ശരിക്കും ഈ കുർബാനയിലുള്ള വിശ്വാസം ഇടയ്ക്കെങ്കിലും പോകാനുള്ള സാധ്യത എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അച്ഛന്മാരുടെ ജീവിതം ഇച്ചിരി കൂടെ കാണുന്നതുകൊണ്ടാണ്. കാരണം ചിലവരെങ്കിലുമൊക്കെ ചെറിയ ദുർമാതൃകകളൊക്കെ കൊടുക്കുന്നു, ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവർ കുർബാന അർപ്പിക്കുന്നു. അന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഈശോ ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഈശോ ഉണ്ടോ അതോ ഇത് പറ്റിയിട്ടാണോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ. ആദ്യത്തേത് പറയാനുള്ളത്, അച്ഛന്മാർ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈശോയാണ് പുരോഹിതൻ. നമ്മൾ അതിൻ്റെ അകത്തോട്ടൊരു മാർഗമാകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അയോഗ്യതകളൊന്നും ഈശോ നോക്കുന്നില്ല. ഈശോ അവിടെ ആ ആളിലൂടെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അത് വിശുദ്ധ കുർബാന, എന്തൊക്കെ സംഭവിച്ചാലും അത് വിശുദ്ധ കുർബാനയാണ്. രണ്ടാമത്തേത്, ഈ വിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ട് വിശ്വസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളെ ഒരാൾ ഞങ്ങളുടെ പ്രൊഫസർ പഠിപ്പിച്ചാണ്, ഒരു അച്ഛൻ പഠിപ്പിച്ചാണ്. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇത്രത്തോളം മതങ്ങളുണ്ടായിട്ടും ഇത്രത്തോളം ആരാധനാ വസ്തുക്കളുണ്ടായിട്ടും ഈ സാത്താനെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ വിശുദ്ധ കുർബാന മാത്രം ഉപയോഗിക്കുന്ന ഈ ലോകത്തിൽ. വേറെ അമ്പലങ്ങളിൽ നിന്ന് ഒരു നേർച്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസ സ്ഥലങ്ങളിൽ നിന്ന് മറ്റെന്തെങ്കിലും കാഴ്ച വസ്തുവോ എടുക്കുന്നില്ല. ഇവർക്ക് വേണ്ടത് അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സാക്ഷ്യം അതാണ്. നെഗറ്റീവ് ആണെങ്കിൽ പോലും അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ നമ്മൾ കേരളത്തിൽ പോലും അത് സംഭവിച്ചിട്ടുണ്ട്, അത് റോം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം ഇതിൻ്റെ അപ്പുറം എന്താണ് ശരിക്കും വേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നെ നമുക്ക് ഇതിൽ വിശ്വാസം ഇല്ലാത്തതിന് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളാണ്, ഞാൻ കണ്ടെടുത്തോളം അതാണ്. പക്ഷേ അതിൻ്റെ ഉത്തരവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിതാണ്, നമുക്ക് ദൈവം കൂടെ ഉണ്ട് എന്നൊക്കെ സംഭവിച്ചാലും. അത് മനസ്സിലാക്കുക. കാരണം നമ്മളെപ്പോഴും ഷോർട്ട് സൈറ്റഡ് ആണ്. കാരണം നാളെ എന്ത് സന്തോഷം ഉണ്ടെന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മളന്ന് ആലോചിക്കും, അയ്യോ അന്ന് അത് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കിത് കിട്ടത്തില്ലായിരുന്നു എന്ന കാര്യം അന്ന് മനസ്സിലാകും. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ഷോർട്ട് സൈറ്റിലേക്ക് പോകരുത്. ഇന്ന് വിഷമമുണ്ടായാലും നാളെ അത് സന്തോഷമായിട്ട് മാറും. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇതിൽ തകർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അതിലും വലിയ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടത്തില്ല. അതൊന്നുള്ളിൽ മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തെ അങ്ങനെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡീക്ക അതുപോലെ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈശോയുമായിട്ട് സംഭാഷണം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ തിരുവചനം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, അല്ലെങ്കിൽ എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്ന, മനസ്സിലേക്ക് വരുന്ന ഒരു തിരുവചനം, അതെന്തുകൊണ്ടാണ് ജീവിതത്തെ അത്ര സ്വാധീനിച്ചതെന്നൊന്ന് പറയാമോ?
എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വചനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഇല്ല. പക്ഷേ അത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു, എന്നെ സഹായിക്കാതെ എൻ്റെ രോദനം കേൾക്കാതെ അങ്ങ് അകന്നിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള സങ്കീർത്തന ഭാഗമാണ്. അതെന്തുകൊണ്ടാണ് എന്നെ സ്വാധീനിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവായിട്ട് തോന്നുകയും ചെയ്യുക. അതുവരെ നമ്മുടെ ഒരു വിഷമത്തിൽ നിന്ന് ചോദിക്കുന്നത്. പക്ഷേ എന്നെ അത് സ്വാധീനിക്കാൻ കാരണം ഞങ്ങൾക്കൊരു പണ്ട് കൊച്ചിലെ ഒരു ബൈബിൾ വാക്യ മത്സരം വന്നു. അന്നപ്പം എന്നോട് ഞാൻ ചുമ്മാ അമ്മ പറഞ്ഞു ബൈബിൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് വായിക്ക്, ഏറ്റവും ആദ്യം കിട്ടുന്നത്. അന്നപ്പോൾ ഈ വാക്യമാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എന്നാ വാക്യമാണ്, ഇത് കൊള്ളത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വേറെ വാക്യമൊക്കെ എടുത്ത് പഠിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇതാണ് നിനക്ക് ആദ്യം കിട്ടിയ വാക്യം, ഇത് നീ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച വാക്യമാണ് അത്. പക്ഷേ അത് നമ്മൾ ആ ഒരു ലിറ്ററലി നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ്, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നത്. പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ എപ്പം വചനത്തെക്കുറിച്ച് ആലോചിച്ചാലും എൻ്റെ മനസ്സിൽ അതേ വരത്തുള്ളൂ. കാരണം അത് അമ്മ അന്ന് അങ്ങനെ പറഞ്ഞു തന്ന ഒരു വചനമായതുകൊണ്ട് എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. വലിയൊരു ധീരമായ തീരുമാനമാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ 15 ഡീക്കന്മാർ, ഇപ്രാവശ്യം നമുക്ക് 15 ഡീക്കന്മാരാണുള്ളത്. 15 പേരും എടുത്തിരിക്കുന്നത് വളരെ ധീരമായ ഒരു തീരുമാനമാണ്. ഈശോയ്ക്ക് വേണ്ടി ഇനിയുള്ള ജീവിതം മാറ്റിവെക്കുക, ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പം ഡീക്കൻ നേരത്തെ തന്നെ പറഞ്ഞു കുർബാന അർപ്പിക്കുക, കുമ്പസാരിക്കുകയാണ് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും മനസ്സിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പൗരോഹിത്യ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? പൗരോഹിത്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും ഒരു നല്ല അച്ഛനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഞാൻ പഠിച്ചപ്പോൾ കിട്ടിയ എനിക്കൊരു ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു വലിയ ഒരിതാണ്. നമ്മൾ ഒരിത് പറയുന്നുണ്ട്, അതായത് ദൈവം വചനമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതിന് കാരണം വചനത്തിലൂടെയാണ് ദൈവം സകലതിനെയും സൃഷ്ടിച്ചത്. ശരിക്കും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഈ പ്രകൃതിക്ക് ഒരു ഓർഡറാണ്. അതായത് ഒരു മാങ്ങാണ്ടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ ചക്ക ഉണ്ടാകത്തില്ല, ഇതിൻ്റെ അകത്തൊന്നും മാവ് തന്നെ, അതൊരു ഓർഡറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രകൃതിയിലോട്ട് നോക്കിയാൽ നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സുവോളജി പഠിച്ചുകൊണ്ടും കൂടി ആയിരിക്കാം എനിക്ക് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചിന്തയുള്ളത്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ഓർഡർ എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ ഫിസിക്സ് പോലും നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തെ ഒരു കണിക എന്തെങ്കിലും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് പൊട്ടിത്തെറിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി പകരാനായിട്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നുള്ള ആ ഒരു കോസ്മിക് ഓർഡറിനെ കുറിച്ച് പഠിക്കുക. അത് ശരിക്കും തിയോളജിയിലുള്ളത് തന്നെയാണ്. ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി കൺസർവേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയും ചില സമയത്തൊക്കെ മനസ്സിൽ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇത്രയും നേരം കൊണ്ട് ഡീക്കനെ ഏകദേശം ഒന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഡീക്കൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇത്രയും നാളത്തെ ജീവിതവും ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു. ഇനി ഞങ്ങളെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്നത് തിരുപ്പട്ടത്തെക്കുറിച്ച് അറിയാനാണ്. ഞങ്ങളെ തിരുപ്പട്ടത്തിന് ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ തിരുപ്പട്ടം ജനുവരി 2-ാം തീയതി മായം പള്ളിയിൽ വെച്ചിട്ടാണ്. രാവിലെ 9:15 അഭിവന്ധ്യ തറയപ്പിതാവാണ് എനിക്ക് പട്ടം തരുന്നത്. അപ്പം എല്ലാവരെയും ഏറെ സ്നേഹത്തോടു കൂടി മായമ്പള്ളിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൂരെയുള്ളൊരു പള്ളിയാണ്, നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഭംഗിയാണ്. അപ്പോൾ ഒരു ടൂറും കൂടിയാകും. എല്ലാവരും കൂടെ മായമ്പള്ളിയിലേക്ക് പോരുക, പട്ടത്തിലും പങ്കെടുത്ത് അനുഗ്രഹങ്ങളൊക്കെ നേടി സ്ഥലമൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് നമുക്ക് പോരാം. ഓക്കെ ഡീക്ക, അപ്പം എന്താണേലും ഞങ്ങളുടെ പ്രാർത്ഥന അറിയിക്കുകയാണ്. ഒപ്പം ഡീക്കൻ്റെ ഇനിയുള്ള ദിവ്യബലിയിലൊക്കെ ഞങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പമായിരുന്നത് ഡീക്കൻ ജിബിൻ മടത്തിശ്ശേരിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. ഈ 13 വർഷത്തെ എത്ര മനോഹരമായിട്ടാണ് ഡീക്കൻ ജീവിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഡീക്കൻ്റെ ജീവിതം നമുക്കൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. ശരിക്കും ഇവിടെ കാണാൻ സാധിച്ചത് കുറവുകളെ നിറവുകളാക്കുന്ന ഈശോയെയാണ്. തൻ്റെ കുറവുകളിൽ നിന്ന് ഇവരെ വിളിച്ച് അതിനെയൊക്കെ നിറവുകളാക്കി മാറ്റിയ ഈശോ മനോഹരമായ ഒരു പൗരോഹിത്യ ജീവിതം ഡീക്കന് സമ്മാനിക്കട്ടെ, നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകൾ.